ഹലോ ഗൈസ്, ഇത് നിങ്ങളുടെ ഷെഫ് കാർത്തികാണ്. ഇന്നത്തെ ഡിഷ് ചെമ്മീൻ മാങ്ങക്കറി ഉണ്ടാക്കാൻ പോകുന്നു. മാങ്ങ, ചെമ്മീൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല അടിപൊളി ക്രീമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നു. ആ കറി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചെമ്മീൻ റെസിപ്പിനകത്ത് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ടാവുന്നത് ഈ റെസിപ്പിക്കാണ്. അതിന് മെയിൻ കാരണം ഞാൻ 2008 ഞാൻ ഈ റെസിപ്പി ചെന്നൈയിലെ ട്രെയിനിങ് പീരീഡിലാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മെമ്മറിയും എൻ്റെ ഹൃദയത്തിലുണ്ട്. ഒരു മൺചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് വെളുത്തുള്ളി, മിഞ്ചും പച്ചമുളകും നീളത്തിലരിഞ്ഞത് അതങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി സമയം വേണം, ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വഴറ്റിയെടുക്കുക. അതിനുശേഷം നീളത്തിലരിഞ്ഞ സവോളയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്കത് വഴറ്റിയെടുക്കാം. ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. സെയിം റെസിപ്പി തന്നെ തൃശ്ശൂർ ഉണ്ടാക്കും. പക്ഷേ തൃശ്ശൂർ സൈഡ് ഉണ്ടാക്കുന്നത് വേറെ ഒരു സ്റ്റൈലാണ്. കാരണം അതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള പിന്നെ ഈ പൊടിയിലെല്ലാം കൂടി ഇട്ട് മിക്സ് ഇങ്ങനെ നിരടിപ്പിഴിഞ്ഞ് പച്ചമാങ്ങ കൂടി ഇട്ട് കഴിഞ്ഞ് രണ്ടാം പാൽ ഒഴിച്ച് ഇങ്ങനെ തിളപ്പിക്കും. ആ മാങ്ങ വെന്ത് വരുന്ന സമയത്താണ് ഇവർ ചെമ്മീനിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുട്ടിച്ചിടും. ചില സ്ഥലത്ത് അവർ ഇങ്ങനെ നമുക്ക് ടെമ്പർ ചെയ്ത് കൊടുക്കാറുണ്ട്. മേലിൽ വെളിച്ചെണ്ണയിലെ ചെറുള്ളിയും കറിവേപ്പിലയും ശകലം മുളക് പൊടി ഇട്ട് അതിന് മേലെ ഇങ്ങനെ വതറി കൊടുക്കും. അതും ഒരു സ്റ്റൈലാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാനിങ്ങനെ ഹോട്ടൽസിൽ ഞാൻ കണ്ട് പഠിച്ച ഒരു സ്റ്റൈലാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം ചെമ്മീൻ മേടിക്കുമ്പോഴത്തേക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ ആ സ്റ്റൈലിൽ ചെമ്മീൻ മാങ്ങക്കറി ഉറപ്പായിട്ട് ആ റെസിപ്പി ഇടാം ഞാൻ. കാരണം വെച്ചാൽ എനിക്ക് അതൊരു ടൈപ്പ് ഓഫ് ഫേവറേറ്റാണ്. കാരണം ഈ അങ്കമാലി സൈഡ്, തൃശ്ശൂർ സൈഡൊക്കെ അതൊരു നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. അതും കൂടി എന്തായാലും ഉറപ്പായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കും. നമ്മുടെ സവോള ഇപ്പം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. വയറ്റിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നമുക്ക് വെറും മുളക് പൊടി ഇടാം, കാശ്മീരി മുളക് പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര ഒരു കുത്തലുണ്ടാവില്ല. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി, ഈ 3 പൊടിയിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം. കാരണം ഈ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുത്താലേ ഈ പച്ചമണം, ഈ മറ്റേ പൊടികളുടെ കുത്തൽ നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പാലൊക്കെ ഒഴിച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഈ കുത്തലുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഏത് പൊടിയിലിട്ട് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും, ഒരു 10 to 15 സെക്കൻഡ്. കാരണം ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പച്ചമണം പോകുന്ന ഫ്ലേവർ വരെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ സോഡ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തുമ്മാൻ തോന്നും. ആ സമയത്താണ് ഈ പച്ചമണം പോയി കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് പെർഫെക്റ്റ് ആവുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഇത് അടി പിടിക്കരുതല്ലോ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ അതിനകത്ത് ഇടുന്നുണ്ട്. ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 2ാം പാലാണ് ആദ്യം ഒഴിക്കാൻ പോകുന്നത്. കാരണം ഈ പച്ചമാങ്ങ കുക്ക് ചെയ്ത് കിട്ടണ്ടേ നമുക്ക്. ഈ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഈ മാങ്ങ കുക്ക് ചെയ്യുന്നത് വരെ. ചിലപ്പോൾ 5 മിനിറ്റിൽ മാങ്ങ കുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 മിനിറ്റ് കൂടി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഒറ്റ കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ മാങ്ങ ഉടഞ്ഞ് പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചെമ്മീൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മാങ്ങ ആ ഷേപ്പിൽ തന്നെ ഇതിനകത്ത് കാണണം. ഇതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്പി വെച്ചേക്കുന്ന ചെമ്മീനകത്തിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് മാങ്ങയുടെ പുളി തികഞ്ഞില്ലെങ്കിൽ ലേശം പുളി വെള്ളം ഒഴിക്കാം. അതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം പ്രോൺ വെന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് അതിനെ ചുട്ടിച്ചിടാം. ഇല്ലെങ്കിൽ ഫയർ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഫയർ സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടിപൊളി ചെമ്മീൻ മാങ്ങക്കറി റെഡിയാണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ പറയുക. താങ്ക് യു സോ മച്ച്.